നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ സന്ദേശ റാലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വെട്ടത്തുകവല എന്ന ജംഗ്ഷനിൽ നിൽക്കാൻ കഴിയുന്നത്. ആമുഖമായി ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിപത്ത്, ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഈ തലമുറയിൽ വന്നു ചേരുന്ന പ്രതിസന്ധികൾ, അസമാധാനം നിറഞ്ഞ അനുഭവങ്ങൾ ഏറെയാണ്. നിയമപരമായി പലവിധമായ നടപടികൾ അതിനെതിരെ സ്വീകരിക്കുന്നു എങ്കിൽ തന്നെയും അസ്വസ്ഥത നിറഞ്ഞ ഒരു വല്ലാത്ത കാലത്തിലൂടെ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയാൽ നമ്മുടെ കേരളം ഏറെ സുന്ദരമായ ഒരു നാടാണ്. വിദേശികളായ ആളുകൾ അവരുടെ ജോലിക്കിടയിൽ ലഭിക്കുന്ന അവധിക്കാലങ്ങൾ ചിലവഴിക്കുവാൻ ഏറെ പങ്കും ആളുകൾ തിരഞ്ഞെടുക്കുന്നത് കേരളമെന്ന ഈ നാടാണ്. ഈ നാടിൻ്റെ പ്രകൃതി രമണീയത, ഈ നാടിൻ്റെ സാംസ്കാരികമായ ഉന്നത നിലവാരങ്ങൾ, ഈ നാട്ടിലെ കലാരൂപങ്ങൾ, ഇവയെല്ലാം ഏതൊരു മനുഷ്യനെയും ഏറെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നാടുകളിൽ വന്ന് അവരുടെ അവധിക്കാലമൊക്കെ ചെലവഴിച്ച അനന്തരം സ്വദേശത്തേക്ക് അവർ മടങ്ങിപ്പോകുമ്പോൾ ഈ മനോഹരമായ നാടിനെ നോക്കി വിദേശികളെ ആളുകൾ സ്നേഹത്തോടെ പറഞ്ഞ ഒരു പേര് മലയാളിക്കേറെ അഭിമാനകരമാണ്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. വിദ്യാഭ്യാസപരമായി ഉന്നതമായ നിലവാരത്തിലെത്തി നിൽക്കുന്ന നമ്മുടെ നാട്, സാംസ്കാരികമായി നിരവധി ഇടങ്ങളിൽ പ്രശംസനീയമായ നിലവാരത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ കേരളം, കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന നമ്മുടെ നാട്, സഹോദര ബന്ധത്തിനും ഒക്കെ മൂല്യം കൽപ്പിച്ച് വൈവിധ്യങ്ങളാർന്ന മതസാംസ്കാരിക പശ്ചാത്തലങ്ങളിൽപ്പെട്ട ആളുകളെങ്കിൽ തന്നെയും സ്നേഹത്തോടെ ഒരു കുടക്കീഴിൽ പാർക്കുവാൻ കഴിയുന്ന, സമാധാനത്തോടെ പാർക്കുവാൻ കഴിഞ്ഞ ഒരു നല്ല നാളുകൾ ഇന്നലകളിൽ നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ മതത്തിന്റെയും സംസ്കാരങ്ങളുടെയും വിവിധ പേരുകളിൽ തമ്മിൽ കലഹിക്കുന്ന കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം നമ്മൾ കേരളത്തിന്റെ എല്ലാ തിരുവോരങ്ങളിൽ കാണുകയാണ്. അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാതെ ഏത് വിധേനയും അവനെ അപായപ്പെടുത്തുവാൻ ആയുധം കരങ്ങളിൽ എടുക്കാൻ മടിയില്ലാതെ ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളം ഇന്ന് കടന്നു പോകുന്ന വളരെ ഭ്രാന്തമായ അന്തരീക്ഷങ്ങൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. പൊതുനിരത്തിലും വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും മനുഷ്യനെങ്ങും സുരക്ഷിതനല്ല എന്നുള്ള ഭീതിജനകമായ വാർത്ത ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യത്വരഹിതമായ നിരവധി കാര്യങ്ങൾ നമ്മുടെ പാതയോരങ്ങളിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ, നമ്മുടെ തെരുവോരങ്ങളിൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പേരിൽ ഉന്നതമായ നിലയിൽ ഉയർന്ന നമ്മുടെ നാട് ഇന്ന് മനുഷ്യൻ പറയുന്നത് ഈ കേരളം ഇന്ന് മനുഷ്യവാസയോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭയത്തോടുകൂടി മാത്രമേ മനുഷ്യന് എവിടെയും നടക്കാൻ കഴിയൂ എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 6 വയസ്സുള്ള കുഞ്ഞിനും 60 വയസ്സുള്ള മാതാവിനും നമ്മുടെ പൊതുയിടത്ത് നടക്കുവാനോ വാഹനങ്ങൾ യാത്ര ചെയ്യുവാനോ, എന്തിനേറെ പറയുന്ന വീട്ടിൽ പോലും അവർ സുരക്ഷിതരല്ല എന്നുള്ള വളരെ ഭീതിജനകമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ വാർത്തകൾ ഇന്നലകളിൽ നമ്മൾ വർത്തമാന പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞവരാണ്. 6 വയസ്സുള്ള പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുകൂടിയ പണം ആവശ്യപ്പെടുകയും പോലീസിന്റെ കയ്യിൽ അകപ്പെടുമെന്ന് കണ്ടപ്പോൾ അതിനെ വിജനമായൊരു സ്ഥലത്ത് ഇറക്കി വിട്ട് പോയ ആളുകളെയൊക്കെ നമ്മൾ അതിന്റെ വാർത്തകൾ കേൾക്കുകയും ദൃശ്യങ്ങൾ കാണുകയും ചെയ്തവരാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ തന്നെ നമുക്കറിയാം. മാതൃത്വത്തിന് വില കൽപ്പിക്കാതെ 36 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചോമന കുഞ്ഞിനെ, ചോര കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കളയാൻ മടിയില്ലാത്ത മനസ്സിന്റെ ഉടമകളായി മാതാക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇത് കേരളത്തിന്റെ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിലൂടെ നടന്ന ഒരു സംഭവം മാത്രമാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ കേരളത്തിന്റെ വിവിധങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. അവയിൽ ചിലതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നു എന്ന് മാത്രം.
വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ സമസ്ത മേഖലയിലും അരാജകത്വം വിതയ്ക്കുന്ന സംഭവങ്ങളുടെ പിന്നാമ്പറം അന്വേഷിക്കുന്ന പോലീസ് ചെന്നെത്തി നിൽക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ലഹരി എന്ന വില്ലൻ സകല മേഖലയിൽ ഒരുപോലെ പിടിമുറുക്കിയിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും ഈ തലമുറയെ കണ്ടമാനം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ അതെല്ലാം പാതികളിൽ ഉപേക്ഷിച്ച് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി ഈ തലമുറ മാറുകയും നാളുകളിൽ നമ്മുടെ നാടിന്റെ ഭരണചക്രങ്ങൾ തിരിക്കേണ്ട ഔദ്യോഗികമായ ഉന്നത നിലവാരങ്ങളിൽ വന്നിരുന്ന ജനത്തിന് നീതിന്യായങ്ങൾ നടത്തിക്കൊടുക്കേണ്ട അവരെ വേണ്ട നിലയിൽ നാടിന്റെ മുന്നോടിയായി നിൽക്കേണ്ട യുവാക്കളൊക്കെ അവരുടെ ജീവിതം തകർന്ന് തിരുവഴിയിൽ ഏതെങ്കിലും കടത്തുന്നയിൽ അനാഥമായി മരിച്ചു വീഴുന്ന സംഭവങ്ങളൊക്കെ കേരളത്തിൽ തെരുവോരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2021 മെയ് മാസം 29-ാം തീയതി മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തകൾ ഒരുപക്ഷെ എന്റെ ശ്രോതാക്കളിൽ എല്ലാവരും തന്നെ വായിച്ചിട്ടുള്ള അന്ന് മനോരമയുടെ പത്രം ഓഫീസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം എന്നുള്ള സ്വാതന്ത്ര്യത്തിലൂടെ ഒരു പ്രത്യേക പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്തിരുന്ന പ്രോഗ്രാമിലേക്ക് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ആളുകൾ വിളിക്കുകയുണ്ടായി. പ്രത്യേക ചില അമ്മമാരുടെ ഫോൺ വിളികൾ, അത് കേവലം ഫോൺ വിളികളായിരുന്നില്ല, ആ അമ്മമാരുടെ ഉറച്ച നിലവിളികളായിരുന്നു. എറണാകുളത്ത് നിന്ന് ഒരു മാതാവ് വിളിച്ചത്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ മാതാവ് വിളിച്ചു പറഞ്ഞത് അവർക്ക് ഏക മകനായിരുന്നു. വളരെ പ്രതീക്ഷയോടെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് കേരളത്തിലെ പഠനമെല്ലാം കഴിഞ്ഞ് അന്യ സംസ്ഥാനത്തിലേക്ക് ഉപരിപഠനത്തിനായി കുഞ്ഞിനെ അയക്കുകയാണ്. പോയി നല്ല പഠനമൊക്കെ ചെയ്ത് നാളുകളിൽ മാതാപിതാക്കന്മാർക്ക് കൈത്താങ്ങലായി അവരെ ശുശ്രൂഷിക്കേണ്ട നിലയിൽ എത്തേണ്ട ഈ കുഞ്ഞ് അവിടെ ചെന്ന് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി. ആ ലഹരിക്കടിമയായ ഈ യുവാവ് പഠനം പാതികളിൽ ഉപേക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് വരികയും വന്ന് ലഹരി കഴിക്കുവാൻ മാതാപിതാക്കന്മാരുടെ പണം ആവശ്യപ്പെടുമ്പോൾ പണം കൊടുക്കാൻ അവർ വിമുഖത കാണിക്കുമ്പോൾ മാതാപിതാക്കന്മാർ ഉപദ്രവിക്കാൻ തുടങ്ങി. പ്രായാധിക്യമത്തെ പിതാവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകാരി കൂടി മദ്യം കഴിച്ച് ലഹരിയിലായ ഈ യുവാവ് വീട്ടിൽ മാത്രമല്ല നാശം വരുത്തി വെച്ചത്, മാതാപിതാക്കന്മാരെ ക്രൂരമായി ഉപദ്രവിച്ച ഈ യൗവനക്കാരൻ പൊതുനിരത്തിലേക്ക് ഇറങ്ങി വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുവാൻ തുടങ്ങി. അടുത്തുള്ള കടകമ്പോളങ്ങൾക്ക് നാശനഷ്ടം വരുത്തുവാൻ തുടങ്ങി. സ്വബോധം നഷ്ടപ്പെട്ടവനായ യുവാവ് വരുത്തിവെച്ച കടങ്ങൾ ഏറെ ആയതുകൊണ്ട് തന്നെ പോലീസിലേക്ക് ആ കേസ് വിടാതെ ഈ മാതാപിതാക്കന്മാർ അവർ താമസിച്ചിരുന്ന വീട് അത് പണയപ്പെടുത്തി പണം കൊടുത്ത് ഏതാണ്ട് 22 ലക്ഷത്തോളം രൂപ നാശനഷ്ടം വരുത്തിയ വഴിയുള്ളവർ കൊടുക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് മുൻപോട്ടുള്ള നാളുകൾ ജീവിത വേറെ ദശകമായിരുന്നു. ഈ പോലീസിന്റെ ഉസ്തന്റെ പെൻഷൻ കൊണ്ട് മാത്രമാണ് ഈ കുടുംബം പുലർന്നു പോരുന്നത്. നിരന്തരമായി വീട്ടിൽ കലഹവും മാതാപിതാക്കന്മാരെ ഉപദ്രവിക്കുന്ന സാഹചര്യമായപ്പോൾ ആ വീടും സ്ഥലവും വിറ്റിട്ട് ബാങ്കിലെ ബാധ്യതകൾ തീർത്തിട്ട് ഓരോ സ്ഥലത്തേക്ക് മാറി പാർക്കുകയാണ്. അമ്മ ഫോണിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അവസാനമായിട്ട് അമ്മ പറഞ്ഞത്, സാറേ എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, ഞങ്ങൾ വാർദ്ധക്യത്തിലാണ്, ഞങ്ങളുടെ മകൻ അറിയരുത് ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മയുടെ നിലവിളി ഇങ്ങനെയാണ്, ഇനി അവൻ വരുന്നത് ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയായിരിക്കും, ഇനി ഞങ്ങളുടെ ജീവനോടെയുള്ള അപായപ്പെടുത്താനെന്ന് പറഞ്ഞ് എറണാകുളത്ത് ഒരു അമ്മയുടെ ഫോൺ വിളികൾ 2023 മെയ് മാസം 29-ാം തീയതി പത്രത്തിന്റെ അകത്താടുകളിൽ ഒരു വാർത്തയാണ്. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും നിരവധി അമ്മമാരുടെ നിലവിളികൾ മറ്റു നിലയിലായിരുന്നില്ല, ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഒരമ്മ പറയുന്നത് തന്റെ 2 മക്കൾ നഷ്ടപ്പെട്ട വാർത്തയാണ് പറയുന്നത്. ഇങ്ങനെ കേരളത്തിലെ ഓരോ അമ്മമാരോടും ചോദിച്ചാൽ ദുഃഖത്തിന്റെ കഥകൾ ഏറെയേറെ പറവാനുണ്ട്. ഈ തലമുറയെ മദ്യം രസിച്ചിരിക്കുമ്പോൾ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ ജനതയെ രക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തോടുകൂടി ഞങ്ങൾ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പാതയോടത്ത് നിൽക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് ഈ സന്ദേശം ഒരു മറ്റൊരു നിലയിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ പറയട്ടെ, ഇന്നലെ ഈ സന്ദേശം നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ ഈ പാതയോടങ്ങളിൽ ഈ സന്ദേശം അറിയിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. സമാധാനമില്ലാത്ത വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടിന് സമാധാനം ആവശ്യമാണ്. എവിടെയാണ് സമാധാനം മനുഷ്യൻ ലഭിക്കുന്നത്? മനുഷ്യന് സമാധാനം കണ്ടെത്തുവാൻ ഏത് വഴിയാണ് മനുഷ്യൻ അവലംബിക്കേണ്ടത്?
എന്ത് നീതി പ്രവർത്തികളാണ് മനുഷ്യൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ദാനധർമ്മങ്ങളാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാൽ ഇന്നലകൾ മനുഷ്യൻ പിൻപറ്റിയ മാർഗങ്ങൾക്ക്, മനുഷ്യൻ ചെയ്ത കർമ്മകാണ്ഡ പദ്ധതികൾക്ക്, മനുഷ്യൻ നടത്തിയ അർപ്പണ തർപ്പണാദികൾക്ക്, മനുഷ്യൻ നടത്തിയ നീതി പ്രവർത്തികൾക്കൊന്നും മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞില്ല. സമാധാനമില്ലാത്ത മനുഷ്യൻ ചിലരൊക്കെ സമാധാനത്തിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലേറിയിട്ട് ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയാതെ മക്കളിൽ നിന്ന് ഉപദ്രവം, ഭർത്താവിന് ഉപദ്രവം, കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്ത അവസ്ഥകൾ പറയുമ്പോൾ, മാനുഷ്യമായി കണ്ടെത്ത വഴികളെല്ലാം പരാജയപ്പെടുമ്പോൾ ഒരു ഞാൻ കയറിലോ അല്പവിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കുന്ന നിരവധി പേർ നമ്മുടെ കേരളത്തിലുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട വാർത്തയാണ്. സാമ്പത്തികമായ ബാധ്യതയേറി കടം വീട്ടുവാൻ നിവൃത്തിയില്ലാതെ കടക്കാർ തുടർമാനം എന്ന് ചോദിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട യുവാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത ശേഷം താനും ഭാര്യയും വീട്ടിനകത്ത് ആത്മഹത്യ വാർത്ത ഈ കേരളത്തിൽ നടന്ന വാർത്തയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പേരിൽ അഭിമാനത്തോടെ ശിരസ് ഉയർത്തുന്ന നമ്മൾ മലയാളികൾ തലകുനിക്കേണ്ടി വരുന്നു. ആത്മഹത്യക്ക് കേരളം 1ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. കുടുംബ തകർച്ചയ്ക്ക് കേരളം 1ാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വർഷാവർഷം കുടുംബ കോടതികൾ എണ്ണങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം വരെയും വേർപിരിയാതെ ജീവിതത്തിൽ ചേർത്ത് നിർത്തേണ്ട ഭാര്യ ഒരു വാക്കുകൊണ്ട് കോടതി വരാന്തയിൽ ഒരു ഒപ്പിട്ട് തള്ളിക്കളയുന്ന നിരവധി ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ മാതാപിതാക്കന്മാർ കോടതി വരാന്തയിൽ വഴിവിരിയുമ്പോൾ ഇതാ തകർന്നുകൊണ്ടിരിക്കുന്നത്, വലിച്ചെറിയപ്പെടുന്നത് നിരവധി ബാല്യങ്ങളാണ്. ആ ബാല്യങ്ങൾ ചെന്ന് വീഴുന്നത് ഈ കാലഘട്ടത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിനെയും പിടിയിലാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അവർ ഈ കാലഘട്ടത്തിൽ തലവേദനയായി മാതാപിതാക്കന്മാർക്ക് അസഹ്യം വിതയ്ക്കുന്നത് മാറുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് റാന്നിയിൽ എരുമേലി എന്ന സ്ഥലത്ത് നടന്നൊരു സംഭവം ഒരുപക്ഷെ കേരളക്കര വളരെ ശ്രദ്ധയോടെ കണ്ടതാണ്. എറണാകുളത്ത് നിന്ന് 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു ടാക്സിക്കാർ വാടകയ്ക്ക് വിളിച്ച് അദ്ദേഹം കുമളിക്ക് ഓട്ടം വിളിച്ചു പോവുകയാണ്. ചെല്ലുന്ന വഴിയിൽ കനകപ്പലം കഴിഞ്ഞ് ആ വനത്തിലുള്ളവരും വാഹനം യാത്ര ചെയ്യുമ്പോൾ വാഹനം നിർത്തണം ആവശ്യപ്പെടുകയും ആ ഡ്രൈവർ സഹോദരൻ അദ്ദേഹം വാഹനം നിർത്തുകയും വാഹനം നിർത്തി ഈ യുവാവ് പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് വന്ന് കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് കയറിയിട്ട് തന്റെ കയ്യിൽ നിന്ന് കടാരയെടുത്ത് ഈ വണ്ടി ഓടിക്കുന്ന സഹോദരന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി കൊന്ന ഒരു സംഭവം കേരളക്കര മറന്നിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ യുവാവ് ഈ പുതുപ്പള്ളി സമീപത്തുള്ള ആള് തന്നെയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന വാഹനം ഓടിച്ച് കുടുംബം പുലർത്തിയിരുന്ന ആ യുവാവിനെ കൊടുത്ത് മുറിച്ച് കൊന്നുകളഞ്ഞ വളരെ വേദനയുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. 2 ദിവസം വനത്തിനകത്ത് 19കാരൻ ഒളിച്ചിരുന്നു. പിന്നീട് വന്ന വാഹനത്തിൽ വന്ന ആളുകൾ ഇതിനെ പിടികൂടുകയും പോലീസ് അധികാരികൾ ഏൽപ്പിക്കുമ്പോൾ അവനെ ചോദ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ നിന്റെ മനസ്സിങ്ങനെ ആയതെന്ന് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യനെ, പക്ഷിയായ മനുഷ്യനെ കടുത്തറുത്ത് കൊല്ലാൻ നിനക്ക് എന്തുകൊണ്ട് മടിയില്ല എന്ന് ചോദിക്കുമ്പോൾ ആ 19കാരന്റെ കരഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ കേരളക്കര മറന്നിട്ടില്ല. മാതാപിതാക്കന്മാർ നിസാര കാര്യത്തിന്റെ പേരിൽ കുടുംബബന്ധം വേർപിരിഞ്ഞ് അപ്പനൊരു ഭാഗത്ത് അമ്മ ഒരു ഭാഗത്ത് പാർക്കുകയാണ്. ബാല്യമൊക്കെ നഷ്ടപ്പെട്ട ഈ യുവാവ് പലയിടങ്ങളിൽ ബന്ധുക്കളുടെ വീട്ടിൽ വളർന്നവരാണ്. എല്ലായിടങ്ങളിലും അവന് കരുതൽ ലഭിച്ചിട്ടില്ല. ഉപദ്രവങ്ങളും നിന്ദകളും ഒക്കെ ലഭിച്ച് വളർന്നവൻ ജീവിതത്തിൽ മുറിവേറ്റ് വളർന്ന് ഒരു ഭാഗമായപ്പോൾ അവന്റെ മനസ്സ് തീരുമാനമെടുത്തു, പണമില്ലെങ്കിൽ ഇവിടെ മനുഷ്യന് സ്ഥാനമൊന്നും, അതുകൊണ്ട് പണം ഏത് വിലയും സമ്പാദിക്കണം. ഒരു തൊഴിലറിയാത്തവൻ, വിദ്യാഭ്യാസം നന്നായി നേടാൻ കഴിയാത്തവൻ അവൻ പണം കണ്ടെത്തിയ തൊഴിലെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളതായിരുന്നു. ആ 19കാരൻ ഇപ്പോഴും വെയിൽ കിടക്കുന്നു. ആ യുവാവ് ഇശീലത്തോടുകാരനാണെന്നുള്ള കാര്യം നമുക്ക് ഇവർക്ക് നന്നായി അറിയാം. ഇങ്ങനെ അനവധി ബാല്യങ്ങൾ ഈ അഴുക്കുചാലിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവരെ രക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ സന്ദേശം അറിയിക്കുന്നത്. മദ്യത്തിലേക്ക് മനുഷ്യനെ വിടുന്നത്, കൊലപാതകത്തിലേക്ക് മനുഷ്യൻ തള്ളിവിടുന്നത്, അതുവഴി മോഷണത്തിലേക്ക്, തകർച്ചയിലേക്ക്, പരാജയത്തിലേക്ക് മനുഷ്യൻ പോകാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ഈ തെറ്റുകളൊക്കെ ചെയ്ത ശേഷം പിടിക്കപ്പെടുമ്പോൾ ഏറ്റുപറയുന്ന കാര്യമുണ്ട്, മദ്യലഹരിയിൽ ചെയ്തുപോയി. ആ സമയത്ത് എന്റെ മനസ്സതിൽ പാകപ്പെട്ടു പോയി. കുറ്റബോധം കൊണ്ട് പൊട്ടിക്കരയുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല. എന്നാൽ ഈ കുറ്റബോധം കുറ്റകൃത്യങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ അപരാധം പിന്നീട് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത് തെറ്റായിപ്പോയെന്ന് അവന്റെ മനസ്സാക്ഷികളോട് സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മയെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പനെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സഹോദരന്റെ വള്ളക്ക് കത്തിക്കയറ്റണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവന്റെ മനസ്സിലേക്ക് പാകപ്പെടുകയാണ്. ഒരു ക്രൂര മനസ്സിന്റെ ഉടമയായി വലിയ സ്വഭാവമായി മനുഷ്യൻ മാറുകയാണ്. മനുഷ്യത്വം അവരൊന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. ഈ വരുന്ന മനോഭാവത്തെ എന്താണ് എന്ന് ഇവിടുത്തെ വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചികിത്സാ സംവിധാനങ്ങൾ കണ്ടെത്തി അത് നീക്കുമൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അധികാരികളുടെ ശിക്ഷണ മുറകൾക്ക്, ജയിലറകളിലെ
നിർദ്ദേശിച്ചത് ഇതിൽ മാറ്റം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ ഇന്നലകൾ പോലെ നിരവധി കുറ്റകൃത്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ആളുകളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരേ ഒരു സന്ദേശം അത് സുവിശേഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അർത്ഥശങ്കക്കിടയിൽ ആവേശത്തോടെ ചെവിമോടുകളിൽ ലജ്ജ കൂടാതെ ഞങ്ങൾ സുവിശേഷം വിളിച്ചു പറയുന്നത്. മനുഷ്യനെ തിന്മയിലേക്ക്, കൊലപാതകത്തിലേക്ക്, മദ്യത്തിന്റെ പിടിയിലേക്കൊക്കെ മനുഷ്യനെ വലിച്ചടിപ്പിക്കുന്നത് മനുഷ്യനിൽ നന്മ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുമ്പോഴും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പാപമെന്ന സ്വഭാവം ഏതൊരു മനുഷ്യനിലും രൂഢമൂലമായിരിക്കുന്നു എന്നത് പരമാർത്ഥമാണ്. അതുകൊണ്ട് ആത്യന്തികമായി ഏതൊരു മനുഷ്യനും ആവശ്യമായിരിക്കുന്നത് പാപത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ്. പാപം ചെയ്യുന്നവരല്ല അധർമ്മം ചെയ്യുന്നു. ഏത് അനീതിയും പാപമാകുന്നു എന്ന് വളരെ വ്യക്തമായി ബൈബിൾ വിളിച്ച് വ്യക്തമായി അത് വിശകലനം ചെയ്യുമ്പോൾ ആത്യന്തികമായി ഏതൊരു മനുഷ്യനും പാപത്തിൽ നിന്ന് മോചനം നേടണം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി ബൈബിൾ അടിവരയിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഉലകത്തിൽ പിറന്നു വീഴുന്ന സകല മനുഷ്യരിലും പാപ സ്വഭാവമുണ്ട്. സകല മനുഷ്യരിലും പാപമുണ്ട്. പിറന്നു വീഴുന്ന പിഞ്ചു കുഞ്ഞിൽ പാപമുണ്ട് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട്. 2 വയസ്സുള്ള കുഞ്ഞിന് 3 വയസ്സുള്ള കുഞ്ഞിനുള്ളിൽ പാപമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അനുകരിക്കാൻ പറ്റും? സാറേ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. 2-3 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് വീടിനകത്തൂടെ നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ കാലോ കയ്യോ വീട്ടിനകത്ത് കസേരയിലോ സെറ്റിയിലോ ഒന്ന് തട്ടിയാൽ വേദന കൊണ്ട് കുഞ്ഞ് കരയും. കുഞ്ഞ് കരയുമ്പോൾ അമ്മ ഏടി വന്നവനെ എടുത്ത് ആശ്വസിപ്പിക്കാൻ നോക്കും. പക്ഷെ കുഞ്ഞ് കരച്ചിൽ അടക്കുകയില്ല. എന്നാൽ കുഞ്ഞ് വീണ്ടും വീണ്ടും കരയുമ്പോൾ അമ്മ യാവോളം ആശ്വസിപ്പിക്കാൻ നോക്കിയാലും അവൻ കരച്ചിൽ നിർത്താതെ വരുമ്പോൾ ഈ അമ്മ ചെയ്യുന്ന കാര്യം ആ കുഞ്ഞിന്റെ കാല് അല്ലെങ്കിൽ കൈ തട്ടിയ ആ സെറ്റിയിലോ കസേരയിലോ വന്ന് അമ്മ കൈ കൊണ്ട് ആഞ്ഞടിച്ചിട്ട് പറയും, എന്റെ കുഞ്ഞിനെ നീ ഉപദ്രവിച്ചോ അടിച്ചോ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിന്റെ ശരീരം മുട്ടിയ ആ സെറ്റിയിലേക്ക് കൈയടിക്കുമ്പോൾ ഇതാ അതുവരെ കരഞ്ഞ കുഞ്ഞ് ചെറിയ പുഞ്ചിന് മുഖത്ത് വിടുക എന്ന് പറഞ്ഞാൽ പ്രതികാര മനോഭാവം പുഞ്ചു കുഞ്ഞിന്റെ അകത്തുണ്ട്. അതാരെയും കൊല്ലുവാനല്ല, തുറന്നു വീഴുന്നത് പാപത്തിലായുണ്ട്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഏത് മനുഷ്യനും പാപത്തിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസരം ലഭിക്കുമ്പോൾ പാപം അതിന്റെ മൂർത്തിഭാവത്തിൽ പ്രവൃത്തിയായി പുറത്തു വരുമെന്നുള്ളത് പരമാർത്ഥം തന്നെയാണ്. അതുകൊണ്ടാണ് 65 വയസ്സ് വരെയും ആരെയും ഉപദ്രവിക്കാതെ ആരെയും മറ്റൊരു നിലയിൽ നോക്കാത്ത പിതാവ് 66-ാമത്തെ വയസ്സിൽ 6 വയസ്സുള്ള കുഞ്ഞിനോട് ഉപദ്രവിക്കുമെന്ന പിതാവിന്റെ മനസ്സിൽ ഈ സ്വഭാവം രൂഢമൂലമായി കിടന്നു. കഴിഞ്ഞ 65 വർഷങ്ങളിൽ പുറത്തു വന്നില്ല. 66-ാമത്തെ വയസ്സിൽ ദുർബലമായ ദിവസത്തിൽ പ്രവൃത്തിയായി ആ പിതാവ് രൂപപ്പെടുകയാണ്. എല്ലാവരും പറയും നല്ലൊരു പിതാവായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണാൻ കിടത്തുന്നെങ്കിൽ മാതാപിതാക്കന്മാരുടെ കൂടെ കിടന്നുറങ്ങിയ 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ 72 വയസ്സിലധികം പ്രായമുള്ള ഒരു പിതാവ് എടുത്തുകൊണ്ട് ഉപദ്രവിക്കുകയാണ്. കരുണയില്ലാത്ത, ദയയില്ലാത്ത മൃഗത്തേക്കാൾ അതപ്പതിച്ച കാലത്തിലേക്ക് മനുഷ്യൻ താഴ്ന്നു പോകാൻ കാരണം മനുഷ്യനിൽ പാപമുണ്ട്. പാപത്തിനാണ് മനുഷ്യന് പരിഹാരം ആവശ്യമായിരിക്കുന്നത്. പാപത്തിന് മനുഷ്യന് പരിഹാരം നൽകുവാൻ ഏതാണ് വഴി? മനുഷ്യൻ ഇന്നലെ പിൻപറ്റിയ വഴികളെല്ലാം അസ്തമിച്ചു. യാതൊരു വഴിയും കണ്ടെത്താതിരിക്കുമ്പോൾ വഴി നേടുന്ന മാനവരാശിക്ക് ഇതാ പാപത്തിന് മോചനം നേടുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, നിത്യസത്യത്തിന് വഴിയായി ഈ മണ്ണിലേക്ക് അവതരിച്ച അവതാര പുരുഷൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. വഴിയറിയാത്ത മാനവരാശിക്ക് വഴികാട്ടിയ, ദിശയറിയാത്ത മാനവരാശിക്ക് വഴികാട്ടിയായി നിത്യമരണത്തിൽ കിടക്കുന്ന മാനവരാശിയെ നിത്യജീവനിലേക്ക് നടത്തുന്ന ഏകരക്ഷാനായകൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. സമാധാനമില്ലാത്ത ലോകത്തിൽ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചുവെങ്കിൽ മാത്രമേ മനുഷ്യന് സമാധാനം ലഭ്യമാകുള്ളതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിൽ ആ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ലോകം, ക്രൈസ്തവ ലോകം അതെല്ലാം ഒന്നടങ്കമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജന്മത്തിനും വഴിയായി യൂതന്മാരുടെ പ്രഖ്യാപനം ഏറെ ശ്രദ്ധേയമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇവിടെ ആർക്കാണ് സമാധാനം? ദൈവപ്രസാദമുള്ള ജീവിതം നയിക്കുന്നവർക്ക് സമാധാനമുണ്ട്. ആർക്കാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്? പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന ഏതൊരു മനുഷ്യനും ധൈര്യത്തോടെ പറയാൻ കഴിയും, എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമുണ്ട്. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാത്തിടത്തോളം കാലം ഒരു മനുഷ്യനും അവകാശപ്പെടാൻ കഴിയത്തില്ല എനിക്ക് സമാധാനമുണ്ട്. സമാധാനമുണ്ട് എന്ന് പറയാമെന്നല്ലാതെ അത് അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രഖ്യാപനം, ഇതാ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ സപ്തപരിധി വാഹനങ്ങളിലായി, വ്യാപാര സ്ഥാപനങ്ങളിലായി, ചെറിമോരങ്ങളായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദര, ജീവിതത്തിൽ സമാധാനമില്ലാതെ അലയുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. തലമുറയേക്ക് വ്യാകുലപ്പെട്ട് മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ട്, കുടുംബ സമാധാനം നഷ്ടപ്പെട്ട്, ജീവിതത്തെ നൈരാശികൾ മാത്രം നേടി പലവട്ടം ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് ചിലപ്പോഴൊക്കെ അതിനുവേണ്ടി ഒരുങ്ങിയാളാകാം, ചിലപ്പോഴൊക്കെ ശ്രമിച്ചയാളാകാം. എന്നാൽ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാണ് അസ്വസ്ഥ നിറഞ്ഞ ജീവിതത്തോട് ഇന്ന് മുന്നോട്ട് വരുമ്പോഴും ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകാൻ കഴിയുന്ന ലോകത്തിന്റെ സമാധാനത്തിന് പ്രഭുവായ ഒരേ ഒരുവൻ, അത് ഞങ്ങൾ
കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് 180 വർഷങ്ങൾക്ക് മുമ്പ് പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന യെശയ്യാവിന്റെ പ്രവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം ദൈവം, അവൻ അത്ഭുതമന്ത്രി, ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സമാധാനത്തിന് പ്രഭുവായി മാനവജാതിക്ക് സമാധാനം നൽകുവാൻ ഇവിടെ ഇറങ്ങി വന്ന ദൈവത്തിനായ കർത്താവായ യേശു ക്രിസ്തുവല്ലാതെ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയില്ല. പാപമോചനം മനുഷ്യന് ലഭ്യമാകണമെങ്കിൽ പാപമില്ലാത്ത ഒരാൾ ഇവിടെ വരണം. പാപമില്ലാത്ത ഒരാൾക്ക് മാത്രമേ മനുഷ്യനെ പാപത്തിൽ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് പരമസത്യമാകിയാൽ ദൈവമായിരുന്നവൻ ഈ മണ്ണിലേക്ക് ഇറങ്ങി വരികയാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഈ മണ്ണിലേക്ക് അവതരിച്ച് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കുകയാണ്. മനുഷ്യന്റെ പാപങ്ങൾ ശാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച് തന്റെ ക്രൂശിലെ ആ തിരുമരണത്തിലൂടെ മാനവജാതിയുടെ പാപത്തിന്റെ കറയെ കഴുകിക്കളയാണ്. മനുഷ്യന്റെ ദാനധർമ്മങ്ങൾ നീതിപ്രവർത്തികളിൽ നിന്നും മനുഷ്യന്റെ പാപത്തിന്റെ കറയെ കഴുകിക്കളയാൻ കഴിയാതെ ഇതെല്ലാം മായാതെ നിൽക്കുമ്പോൾ ഇതാ ഏത് മാധ്യമത്തിനാണ് എന്റെ പാപത്തിന്റെ കറയെ കഴുകിക്കളയാൻ കഴിയുന്നത്? മാനവരാശിയുടെ ദീനരോധനം ദിഗന്ധങ്ങളിൽ മുഴങ്ങുമ്പോൾ ഇതാ ഉന്നതത്തിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങി വന്ന ദൈവമായിരുന്നവൻ, സകലത്തെ ചമച്ചവൻ, സകലത്തെ നിയന്ത്രിച്ച് ഭരിച്ചു നടത്തുന്നവൻ, വേഷത്തിൽ മനുഷ്യനായി പാപമടിക സകലത്തിലും നമുക്ക് തുല്യനായി മണ്ണിലേക്ക് വന്ന് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്തു, മനുഷ്യന്റെ ശാപങ്ങൾ ഏറ്റെടുത്തു. ക്രൂശിലെ മരണത്താൽ തന്റെ അവസാനത്തിന് രക്തം വരെ ഊറ്റിക്കൊണ്ട് മാനവജാതിയുടെ പാപത്തിന്റെ കറയെ കഴുകിക്കളയുകയാണ്. ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രക്തത്തിനല്ലാതെ മനുഷ്യന്റെ പാപത്തിന്റെ കറയെ കഴുകിക്കളയാൻ കഴിയില്ല. മനുഷ്യൻ കണ്ടെത്തുന്ന ഒരു മാർഗങ്ങൾക്കും രക്ഷിക്കുവാനും അവന്റെ പാപത്തിന്റെ വിടുതൽ കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇതാ മനുഷ്യന്റെ വഴികളെല്ലാം അസ്തമിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരു വഴി ആവിഷ്കരിച്ചു. തന്റെ പ്രിയപുത്രനെ മണ്ണിലേക്ക് അയക്കുകയാണ്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കും. പാപത്തിന്റെ പിടിയിൽ അമർന്ന ജീവിതമാണോ, സമാധാനമില്ലാത്ത ജീവിതമാണോ, സങ്കടകരമായ ജീവിതമാണോ നയിച്ചുകൊണ്ടിരിക്കുന്നത്? മാന്യമിത്രമേ, ഇതാ രക്ഷ നേടുവാൻ ഒരു വഴി, വിടുതൽ പ്രാപിക്കാൻ ഒരു വഴി, മോചനത്തിനൊരു വഴി, സമാധാനത്തിനൊരു വഴി, ഒരേ ഒരു വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മാനവജാതിക്ക് രക്ഷ നേടുവാൻ കഴിയില്ല, വീണ്ടെടുപ്പ് നേടാൻ കഴിയില്ല, പാപമോചനം നേടാൻ കഴിയില്ല, സമാധാനം പ്രാപിക്കാൻ കഴിയില്ല. ക്രിസ്തു ക്രൂശിലൂടെ ഒരുക്കിയ ആ ബലിമരണത്തിലൂടെ മാനവജാതിക്ക് എനിക്കും നിങ്ങൾക്കും സൗജന്യമായി ലഭിക്കുന്ന ഈ നിത്യ സമാധാനം ഒരു വ്യക്തിക്ക് സ്വായത്തമാകണമെങ്കിൽ വ്യക്തിപരമായി ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എന്റെ പാപത്തെ പരിഹരിക്കാൻ എന്റെ പ്രവർത്തികൾ കഴിയാതിരിക്കുമ്പോൾ എന്നെ വീണ്ടെടുക്കുവാൻ, എന്റെ പാപത്തിന്റെ കറയെ കഴുകിക്കളയുവാൻ അങ്ങ് മനുഷ്യനായി എനിക്ക് തുല്യമായി പാപമടിക സകലത്തിലും എനിക്ക് തുല്യനായി ഈ മണ്ണിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ മണ്ണിലേക്കുള്ള അവതാരം എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്, എനിക്ക് സമാധാനം നൽകാൻ വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥ മാറ്റുവാനാണ്, എന്റെ തലമുറ രക്ഷിക്കുവാനാണ്, എന്റെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സമഞ്ജമായി സമാപിക്കുന്ന ഒരു നിലവാരത്തേക്ക് എന്നെ അടുപ്പിക്കുവാൻ വേണ്ടി അങ്ങ് ഈ മണ്ണിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങയുടെ ഉള്ളത്തിലേക്ക് വരണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? ആ ഹൃദയത്തിൽ നാഥൻ വരും. ബൈബിളിൽ പറയുന്നത് കണ്ടാലും ഞാൻ വാദിക്കുന്നു മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതി തുറന്നാൽ ഞാൻ അകത്ത് വന്നവനോടും അവൻ എന്നോടും കൂടി എത്താരം കഴിക്കും. സമാധാനമില്ലാത്ത നിന്റെ കുടുംബത്തിൽ സമാധാനത്തിന് പ്രഭു വന്ന് വാഴുവാൻ ഈ പകൽ ഹൃദയകവാടം യേശുവിനെ തുറന്നു കൊടുക്കുക. വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ ഉള്ള ഹൃദയം, എല്ലാവരും തടയപ്പെട്ടവരാണോ, തള്ളപ്പെട്ടവരാണോ, രക്ഷിക്കാൻ കണ്ടവരെല്ലാം നമ്മളെ കൈവിടുകയാണോ? ഇതാ ആരും നിന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നെങ്കിൽ ഇതാ നിന്നെ ശ്രദ്ധിക്കുന്നവൻ നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവസാനത്തിൽ രക്തമുറയിൽ ക്രൂശിലെത്തിയ യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ ക്രൂശിലേക്ക് അടുത്ത് വരിക, ആ ക്രൂശിന്റെ ചുവട്ടിൽ വന്നിട്ട് അതിന്റെ സമാധാനം ഏറ്റെടുത്ത് ക്രൂശിലൂടെ മാനവജാതിക്ക് ലഭ്യമായ നിത്യരക്ഷ കരകരമാക്കിക്കൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വചനത്തിൽ അവിശ്വരമായ ഒരു നല്ല ജീവിതം നയിച്ചുകൊണ്ട് ഈ ലോക ജീവിതം മാത്രമല്ല മരണം വഴിയായി ഇവിടുന്ന് മാറ്റപ്പെട്ടാലും ഒരു നിത്യജീവന്റെ തുറമുഖത്തേക്ക് നിങ്ങളെ കൈപിടിച്ചാനയിക്കുന്ന ഈ ക്രിസ്തുനാഥനെ ഹൃദയനാഥനായി രക്ഷകനായി അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഏക സത്യനിത്യതയമായ അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവൻ ഈ ജീവിതം ധന്യമാക്കി അനന്തതയുടെ പങ്കാളികളായി തീരുവാൻ അഖിലാണ്ടത്തിലൂടെ നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ക്രിസ്തുവിന്റെ സ്നേഹ സാമ്രാജ്യത്തിലേക്ക് എല്ലാവരെയും സരസ്വം സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമക്കുത്തുന്നു. സമാധാനം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഒരു ഗാനം
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ക്ഷമയോടെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ സ്നേഹിതർക്കും പ്രത്യേകിച്ച് ക്രിസ്തുവിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഒപ്പം സന്ദേശം സംബന്ധിച്ച സംശയ നിവാരണമോ അഥവാ ഇത് സംബന്ധിച്ച് അധികം അറിയുവാനോ പ്രാർത്ഥനാ സംബന്ധമായ സഹായമോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയ ക്രിസ്തുമസ് സന്ദേശത്തിൻ്റെ ആ പേപ്പറിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോ നേരിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മോനിച്ചായാലിപ്പോൾ പ്രാർത്ഥിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
ദൈവമേ സായാഹ്ന സമയത്ത് ഈ വെട്ടത്ത് കവലയിൽ വന്ന് കർത്താവിന് സാക്ഷിയായി നിൽപ്പാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഈ ദേശത്തോട് വിളിച്ചറിയിപ്പാൻ സ്വർഗത്തിൽ ദൈവയാക്കിയവൻ കുറിച്ചായിട്ട് ദൈവം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവനെന്ത് പ്രയോജനം? ഇന്ന് തിരുവചനമുണ്ടല്ലോ. ഈ വചന പ്രഭാഷണം മുഖാന്തരം അനേകം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ സ്വർഗമിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച നമ്മുടെ ശ്രേഷ്ഠദാസന്മാരെ സ്വർഗം അനുഗ്രഹിക്കണമേ. ടീം പ്രവർത്തനങ്ങളെല്ലാം സ്വർഗം അനുഗ്രഹിക്കണമേ. ഇവിടെ ആയിരിക്കുന്നവരെല്ലാം സ്വർഗം അനുഗ്രഹിക്കണമേ. ഇവിടെ ബിസിനസ് നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ സ്വർഗം വിടുവിക്കുമാറാകണമെന്ന് അടിയറങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യമൊക്കെ പാതവിരുദ്ധങ്ങൾ സമർപ്പിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ.